ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയില്ല, കാല് പിടിച്ചു നോക്കി, കരഞ്ഞു നോക്കി, വഴക്ക് പറഞ്ഞു നോക്കി, എങ്ങനെയെങ്കിലും സോളാറിന് ഇവിടെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതങ്ങനെ ഒരു വാശി. ശുദ്ധ തെമ്മാടിത്തരം. അല്ലാതെ എന്താണ്? എന്നെ നോക്കണ്ട, ഞാൻ അവന്റെ കൂട്ടുകാരനാണ്, അളിയനാണ്, ഞാൻ തോന്നിയ പോലെ നടക്കുന്നവനാണ് എന്നുള്ള നിലയ്ക്ക് അത് വിട്. പക്ഷെ അമ്മയില്ല ഇവിടെ. നമ്മുടെ വാക്കിനെന്താ ഒരു വിലയില്ലേ കുടുംബത്തില്? അമ്മ പറയുന്ന അവൻ കേൾക്കണ്ടേ? എന്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചില്ല, അറിയാമോ? വരട്ട്. ഇത് വല്ല കൈവശം കൊടുത്തതായിരിക്കും. കാര്യവശം, അഹങ്കാരം, അറിഞ്ഞു നോക്കണം അവനെ, അതാ വേണ്ടിയത്. എടാ, ഇതിനി എങ്ങാനും ടിവിയിൽ വരുമോ? എന്താ സംശയം? ഉറപ്പായിട്ടും വരും. സോളാറുമായിട്ടുള്ള ബന്ധമുള്ള ആളുകൾ ആരൊക്കെയെന്നുള്ളത് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ഇവൻ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടിവിയിൽ വരില്ലേ? നാത്തുന്റെ മിടുക്ക് പോലെ ഇരിക്കും. ഞാൻ ഇതിൽ കൂടുതൽ എന്ത് പറയാനാടി? ആ വീട്ടിൽ കയറ്റിയാ പിന്നെ തൂങ്ങി ചത്താ മതി. ആ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല, അതിനെ എന്നെ കൊല്ലണം. ആ സോളാർ ഇവിടെ വന്നാ അവനെ ഞാൻ കെട്ടി തൂക്കും ഇവിടെ. ഇനിയിപ്പോ വരാൻ സാധ്യതയില്ല തോന്നണ. സമയം എത്രയായി? സമയം ഒരുപാടായില്ലേ? ഇനിയിപ്പോ ഏതായാലും വരാനൊന്നും സാധ്യതയില്ല. എന്നൊരു കാര്യം ചെയ്യ്, പൊക്കോ. ഞാൻ ഉറങ്ങണ തക്കം നോക്കി കൊണ്ടുവരാനായിരിക്കും. നിന്ന് ഉറങ്ങുന്നില്ല. ഞാൻ ഉറങ്ങൂല. ഉറങ്ങുന്നില്ല. ഇങ്ങോട്ട് കണ്ടിട്ട് ഞാൻ എണീറ്റോ നീ? വേണ്ട ഏട്ടാ, ഉറക്കം പോയാലും സാരില്ല, അഭിമാനല്ലേ വലുത്. പിന്നെ അതെന്താ ഓട്ടോറിക്ഷ? അതെ, അവനാണെങ്കിൽ നോക്ക്, ഒന്നും പറയരുത്. നീ ഒന്നും പറയാൻ പാടില്ല, അമ്മയൊന്നും പറയാൻ പാടില്ല. തങ്കത്തിന്റെയാണ് ജീവിതം, അവള് പറഞ്ഞോളും. നല്ല ഇറക്കി, നല്ല ഇറക്കി. പിടിക്കാം, ഞാനോട് പിടിക്കാം. ഞാനോട് പിടിക്കാം. അല്ല അല്ല. എന്താ ഉദ്ദേശം? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞിട്ട് വിട്ടത് ഇവിടുന്ന്? നീ കളിക്കരുത്. അത് തന്നെ എനിക്കും പറയാനല്ലോ. കളിക്കല്ലേ ഒരുപാട്. കടക്ക്. ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോ. ഇല്ലാത്ത സമയം ധൈര്യം ഉണ്ടാക്കി, ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാണ് ഞാൻ അവരെ വിളിച്ചോണ്ട് വന്നത്. ആര് പറഞ്ഞിട്ട്? എന്റെ ശവത്തിൽ ചവിട്ടിട്ട് നിങ്ങൾ ഈ സാധനം കൂടെ കയറ്റുള്ളൂ. 1.5 ലക്ഷം രൂപ മുതലാണ് ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. എനിക്കറിയാം, ലക്ഷങ്ങളിൽ ചെലവുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം. നിങ്ങളാണ് കളിക്കല്ലേ കിടന്ന് കുറെ. ഇത് ക്ലീറ്റസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇവിടെ വെക്കുകയും ചെയ്യും. ഇവിടെ വെക്കാം, നമുക്ക് അവിടെ വെക്കാം സമാധാനത്തില്. വീട്ടിൽ അമ്മയും പെങ്ങളൊക്കെ ഇല്ലേ മോനെ? ഇതിവിടെ നടക്കില്ല. എന്താണ് വെച്ചാ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഒരു കുഴപ്പമില്ലേ? നീ ടി വി കാണാറില്ല, പത്രം വായിക്കാറില്ല എന്ന് വിചാരിച്ചിട്ടേ ഇവളതൊക്കെ ചെയ്യുന്നുണ്ട്. അവള് പറയുന്നുണ്ട് കാര്യം, അവൾക്ക് വിവരമുണ്ട്. നീ ആവശ്യമില്ലാത്ത ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടരുത്. നിന്റെ കറണ്ട്, നിന്റെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് നിൽക്കാണ്. നീ ഇത്തിരി പഠിപ്പും വിവരമുള്ള നിനക്ക് എവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? അതുകൊണ്ടാ ഞാൻ പറയണത്, ഭാര്യ പറയണത് ഭർത്താവ് കേക്കണ്ടേ. നാത്തോന് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ട. മാറിയില്ല അമ്മ, എന്റെ പൊന്നമ്മ, അമ്മക്കെങ്കിലും എവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? എന്റെ കൺവെട്ടത് കണ്ടു പോകരുത്. വീട്ടുകാരുടെ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാനായിട്ട് കർത്താവേ, ഇതിനെല്ലാം ഭ്രാന്താണെന്ന് തോന്നുന്നു. എന്റെ തങ്കം, ഇത് 1.5 ലക്ഷം രൂപയുടെ മുതലാ. ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരണത്. ഇതില്ലെങ്കിൽ നമ്മൾ ഇരുട്ടി കിടക്കേണ്ടി വരുവാണ്. ഇതിന്റെ വൃത്തികെട്ട വെളിച്ചത്തിനേക്കാൾ നല്ല ഇരുട്ടാണ്, അത് അവൾക്ക് അറിയാം. ദേഷ്യപ്പെടില്ല ക്ലീറ്റോ, അച്ഛന്റെ മുഖത്തോട്ട് നോക്ക് ക്ലീറ്റോ. അങ്ങനെ അച്ഛന് നാണം കെടുത്തല്ലേ. കർത്താവേ, എനിക്ക് ഭ്രാന്താണ്. കളിക്കരുത്. വെക്കാൻ തന്നെയാണ് ക്ലീറ്റോയുടെ തീരുമാനം. ക്ലീറ്റോ ഇത് വെക്കുന്ന ഉറപ്പിച്ച് അത് വെച്ചിരിക്കും. ഒരു പ്രശ്നമല്ല, നീ എടുക്ക്. പ്രശ്നമില്ല. നമുക്ക് അവിടെയാണ് ഇത് കൊണ്ടുവെക്കാം. ഇത് പിടിച്ചു. എവിടെ കൊണ്ടു നോക്ക്? എവിടെ കൊണ്ടു നോക്ക്? ഞാൻ വെട്ടെന്ന് പറഞ്ഞു. അവ ഇല്ലാത്ത സമയം എടുക്കണം. എടുക്കണേ പറ്റി പറഞ്ഞാ വെട്ടും ഞാൻ. തങ്കം, നീ വേണ്ട, ഇത് നല്ലതല്ല. ഞാൻ സൗകര്യം പോലെ വിളിക്കാം. നമുക്ക് വെച്ചിവിടെ തണുപ്പിച്ചിട്ട് വണ്ടി എടുക്കണോ? ഞാൻ തങ്കം, അതെന്താ അതിന്റെ ഉപയോഗം കഴിഞ്ഞു. സമാധാനമായോ നിനക്ക്? സമാധാനമായോ നിനക്ക്? ക്ലീറ്റോന്റെ ഗതികേട് കൊണ്ടല്ലേ ക്ലീറ്റോ. ഞാൻ നിങ്ങളെ മാത്രമല്ലേ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ. എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും ക്ലീറ്റോ? എന്നോട് വേണമെന്നല്ലേ ക്ലീറ്റോ? നമുക്കിത് കൊള്ളൂല്ല ക്ലീറ്റോ. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് പോകൂലേ? നമ്മുടെ മോളുടെ ഭാവി എല്ലാം നോക്കണ്ടേ ക്ലീറ്റോ? എന്റെ കർത്താവേ,
ഇച്ചിരി ബുദ്ധി കുറവുണ്ടെന്നേ ഞാൻ വിചാരിച്ചോളൂ. ഇപ്പൊ വിവരവും ഇല്ലാതായി പോലടി ചക്കപ്പോത്തെ. അളിയാ, നീ എന്നെ തോപ്പിച്ചാണ്, സമ്മതിച്ചു. എന്റെ ആഗ്രഹം സാധിച്ചല്ലോ. താങ്ക് യു. അതെ, ഞാൻ അപേക്ഷിക്കുകയാണ്. ആ ഫീസ് ഒന്ന് അവിടെ കൊണ്ടുപോയി കുത്തു. ആ, അത് നീ നാളെ പോയിട്ട് ബില്ലടക്കി. അപ്പൊ ഞാൻ തന്നെ കൊണ്ടുവന്ന് കുത്തും. അളിയാ, ഞാൻ നാളെ ഉറപ്പായിട്ടും അടയ്ക്കാം. നീ അടക്കി, അപ്പൊ ഞാൻ കുത്തും. അപ്പൊ ഇന്നോ? ഇന്നത്തെ ഒരു ദിവസം നീ ഇരുട്ടി കിടന്നാ മതി. അമ്മ അമ്മ അത് മതി. ഓ